ഘടകകക്ഷികളുടെ വകുപ്പിലാണ് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നത്. RSPയുടെ നേതാവ് ഷിബു ബേബി ജോൺ കുറച്ച് കലിപ്പിലുള്ളതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന് ജലസേന വകുപ്പ് നൽകാം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത് ആ തീരുമാനം പിന്നീട് മാറുകയും അത് PJ ജോസഫിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. സിവിൽ സപ്ലൈസ് വകുപ്പ് നൽകാം എന്ന് ഇന്നലെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചെങ്കിലും അദ്ദേഹം അതിനോട് ഇല്ല, ആ വകുപ്പ് വേണ്ട എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. വൈദ്യുതി വകുപ്പാണ് ചോദിച്ചത്, പക്ഷെ കോൺഗ്രസ് വിട്ടു നൽകാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഷിബു ബേബി ജോൺ തൊഴിലും അതിനൊപ്പം മറ്റേതെങ്കിലും ഒരു ചെറിയ വകുപ്പ് കൂടെ നൽകും എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പിന്നീട് PJ ജോസഫാണ് മന്ത്രിയായിട്ട് വരുന്നത്. മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവർ കൈകാര്യം ചെയ്തിരുന്ന കേരള കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പ് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും PJ ജോസഫ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗിന്റെ വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അവർക്ക് IT വിദ്യാഭ്യാസം, അത് കുഞ്ഞാലിക്കുട്ടി തന്നെ, IT വ്യവസായം, അത് കുഞ്ഞാലിക്കുട്ടി തന്നെ മന്ത്രിയായിട്ട് വരും. അതുപോലെ തന്നെ പിന്നീടുള്ളത് വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, നഗരാസൂത്രണം, തദ്ദേശ സ്വയംഭരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഷിബു ബേബി ജോണിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തൊഴിലായിരിക്കും ഉണ്ടാവുക. അനൂർ ജേക്കബിന് വേണ്ടി യാക്കോബായ സഭ വലിയ സമ്മർദ്ദം ഈ അവസാന മണിക്കൂറുകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അനൂർ ജേക്കബിന് 5 വർഷത്തെ മന്ത്രിസ്ഥാനം നൽകും എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭക്ഷ്യവകുപ്പ് തന്നെയായിരിക്കും കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്ത പോലെ ഭക്ഷ്യവകുപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക. മാണി സി കാപ്പൻ ആണെങ്കിൽ അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം, മന്ത്രിസ്ഥാനം 2.5 വർഷത്തേക്ക് തനിക്ക് വേണ്ട എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. 2.5 വർഷത്തേക്ക് അത് വേണ്ട, 5 വർഷം കിട്ടുന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനകത്ത് ധാരണയായിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട് നിഷാദ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എവിടെ എന്നുള്ളതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആദ്യം സ്പീക്കറാകാൻ വേണ്ടി അദ്ദേഹം സമ്മതം മൂളിയിരുന്നില്ല. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകുമോ 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന ആകാംക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്. ആ വിവരം ഞാൻ അല്പസമയത്തിനകം തന്നെ പങ്കുവെക്കാം. ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ 16ാം കേരള നിയമസഭയെ നിയന്ത്രിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവസാന നിമിഷം ഒഴിവാക്കപ്പെടുന്നത് ഈ പറയുന്ന കമ്മ്യൂണിറ്റി പ്രശ്നം, അത് ഈ നായർ സമുദായങ്ങളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് ഔട്ടായി പോകുന്നു, വിശ്വനാഥിനെ പരിഗണിക്കുന്നു, അതിനുശേഷം അദ്ദേഹം സ്പീക്കറാകുന്നു. ആ ഫോമിൽ വർക്ക് ചെയ്താണെന്ന് വിചാരിക്കണോ? അതെ നിഷാദ്, നായർ സമുദായത്തിന്റെ പ്രാതിനിധ്യം കുറച്ച് കൂടുതലാണ് എന്നുള്ള അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ സതീശൻ, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ K മുരളീധരൻ, PC വിശ്വനാഥ് അടക്കമുള്ള ആൾക്കാരുടെ സമുദായം പരിശോധിച്ചാൽ ഒരുപാട് നായർ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രാതിനിധ്യം നൽകാൻ വേണ്ടി കോൺഗ്രസിന് കഴിയുമോ? ആകെ 11 മന്ത്രിസ്ഥാനമാണുള്ളത്. അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തിരുവഞ്ചൂരിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പദവിയിലേക്ക്, അതായത് 3 BJP MLA-മാരുള്ള സഭയിലേക്ക് സഭ നിയന്ത്രിക്കാൻ വേണ്ടി മുതിർന്ന നേതാവ് വേണമെന്ന അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്പീക്കറാക്കാൻ വേണ്ടിയുള്ള ആലോചന ഉണ്ടായത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയെങ്കിലും അവസാന സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ സംസാരിച്ച ആൾക്കാരിൽ ഒന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ട് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പീക്കറായിട്ട് 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് വരും. പിന്നീടുള്ളത് N ശക്തന്റെ കാര്യമാണ്. N ശക്തൻ വലിയ സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അദ്ദേഹവും വെച്ചിരുന്നു. അതും ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെടാതെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട ചില കാര്യങ്ങൾ. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി, രമേശ് ചെന്നിത്തല 2 പേർക്ക് വേണ്ടിയാണ് സമ്മർദ്ദം ചെലുത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സാധാരണ നിരക്കുള്ള പലതരത്തിലുള്ള സീനിയോറിറ്റീസ് ഒക്കെ വെച്ചിട്ടുള്ള സമ്മർദ്ദങ്ങൾ പലതും പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ കാര്യം, N ശക്തന്റെ കാര്യം, ഇതൊക്കെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം പട്ടികയില്ല. ഇനിയിപ്പോ CM വന്നിട്ട് പ്രഖ്യാപിക്കുമോ എന്നറിയില്ല. പക്ഷെ അവരൊക്കെ ഔട്ടായി പോകുന്നത് KCയെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റ് പലതരത്തിലുള്ള മെറിറ്റുള്ള ആളുകൾ ഔട്ടായി പോവുക എന്ന് പറയുന്ന സംഗതി ഉണ്ടായിട്ടുണ്ടോ? നിഷാദ്, VD സതീശന് അതിന് ഈ അധിക സമ്മർദ്ദത്തിന്, ഈ KCയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം 3 പേർ ക്ലെയിം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. 3 പേരുടെ ക്ലെയിമിൽ VD സതീശന് ഹൈക്കോടതി തിരഞ്ഞെടുക്കുന്നു, 2 പേർ പുറത്തു പോകുന്നു. സ്വാഭാവികമായിട്ടും അപ്പോൾ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് ഒരു MLA-മാരുടെ കൂടുതൽ പിന്തുണ വേണുഗോപാലിനുണ്ടായിരുന്നു. മന്ത്രിമാരുടെ തീരുമാനം എടുക്കുമ്പോൾ തന്നെ പിന്തുണച്ച തന്റെ കൂടെ നിന്ന് MLA-മാർക്ക് മന്ത്രിസ്ഥാനം എന്ന അവകാശവാദം മുന്നോട്ട് വെക്കുമ്പോൾ VD സതീശൻ അതിന് മുന്നിൽ വഴങ്ങാതിരിക്കാൻ കഴിയില്ല. ആ വഴങ്ങലിന്റെ ഭാഗമായിട്ട് KC പക്ഷത്തിന് ഈ മന്ത്രിസഭയിൽ കോൺഗ്രസ് മന്ത്രിമാരുടെ എണ്ണത്തിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത്. അതിന്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളിപ്പോകുന്നത്. അത് സാമുദായിക പരിഗണന കൂടി പരിഗണിച്ചു നോക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ മന്ത്രിസ്ഥാനം തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും
അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരുടെ എണ്ണം പരസ്യമായിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കും. വകുപ്പുകൾ ഏത്, പോർട്ട്ഫോളിയോ സംബന്ധിച്ച് ചില വകുപ്പുകൾ സംബന്ധിച്ച ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവാണ്. പോർട്ട്ഫോളിയോ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിലേക്ക് നൽകിയാൽ മതിയാവും. ലോക്ഭവൻ അതിനുശേഷമാണ് വിജ്ഞാപനം നടക്കുന്നത്. അതുകൊണ്ട് പോർട്ട്ഫോളിയോ ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കുന്നില്ല. മന്ത്രിസഭയിൽ ഇത്ര പേർ 21 പേർ ആൾക്കാർ എന്ന പ്രഖ്യാപനം മാത്രം നടത്തിയാൽ മതിയാകും. എന്തായാലും കെ.സി. പക്ഷം അതിനകത്ത് പിടിമുറുക്കിയിരിക്കുന്നു. അത് പിടിമുറുക്കുന്നതിന്റെ ഭാഗമായിട്ട് പല സാധാരണ സമവാക്യങ്ങൾ നോക്കി കെ.സി. പക്ഷത്തെ ആൾക്കാരെ പരിഗണിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പരിഗണന അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്പീക്കറായിട്ട് കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് വരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത്.